ശ്രീരാമജയം. ഇന്ന് വാൽമീകി രാമായണം ബാലകാണ്ഡം സർഗം 29 വായിക്കുന്നത്. ഏകോനത്രിംശഃ സർഗഃ. അഥ തസ്യ പ്രമേയസ്യ വചനം പരിപൃച്ഛത വിശ്വാമിത്രോ മഹാതേജ വ്യാഖ്യാതുമുപചക്രമേ ഇഹ രാമ മഹാബാഹോ വിഷ്ണുർദേവ നമസ്കൃത വർഷാണി സുബഹൂനീഹ തഥാ യുഗശതാനി ച തപശ്ചരണയോഗാർത്ഥമുവാസ സുമഹാതപ ഏഷ പൂർവാശ്രമോ രാമ വാമനസ്യ മഹാത്മന സിദ്ധാശ്രമ ഇതി ഖ്യാത സിദ്ധോ ഹ്യത്ര മഹാതപ ഏതസ്മിന്നേവ കാലേ തു രാജാ വൈരോചനിർബലി നിർജിത്യ ദൈവതഗണാൻ സേന്ദ്രാൻ സഹ മരുദ്ഗണാൻ കാരയാമാസ തദ്രാജ്യം ത്രിഷു ലോകേഷു വിശ്രുത യജ്ഞം ചകാര സുമഹാനസുരേന്ദ്രോ മഹാബല ബലേസ്തു യജമാനസ്യ ദേവാസാഗ്നിപുരോഗമാ സമാഗമ്യ സ്വയം ചൈവ വിഷ്ണുമൂചുരിഹാശ്രമേ ബലിർവൈരോചനിർവിഷ്ണോ യജതേ യജ്ഞമുത്തമം അസമാപ്തവ്രതേ തസ്മിൻ സ്വകാര്യമഭിപദ്യതാം യേ ചൈനമഭിവർത്തന്തെ യാചിതാര ഇതസ്തത യച്ഛത് യഥാവച്ഛ സർവം തേഭ്യഃ പ്രയച്ഛതി സത്വം സുരഹിതാർത്ഥായ മായായോഗമുപാശ്രിത വാമനത്വം ഗതോ വിഷ്ണോ കുരു കല്യാണമുത്തമം ഏതസ്മിന്നന്തരേ രാമ കശ്യപോഗ്നിസമപ്രഭ ആദിത്യാസഹിതോ രാമ ദീപ്യമാന ഇവൗജസ ദേവീ സഹായോ ഭഗവാൻ ദിവ്യം വർഷസഹസ്രകം വ്രതം സമാപ്യ വരതം തുഷ്ടാവമധുസൂദനം തപോമയം തപോരാശിം തപോമൂർത്തിം തപാത്മകം തപസാ ത്വാം സുതപ്തേന പശ്യാമി പുരുഷോത്തമം ശരീരേ തവ പശ്യാമി ജഗത്സർവമിദം പ്രഭോ ത്വമനാദിരനിർദ്ദേശ്യ ത്വാമഹം ശരണം ഗത തമുവാച ഹരിപ്രീത കശ്യപം ധൂതകൽമഷം വരം വരയ ഭദ്രം തേ വരാർഹോസി മതോ മമ തച്ഛ്രുത്വാ വചനം തസ്യ മാരീചഃ കശ്യപോ ബ്രവീത് ആദിത്യാദേവതാനാം ച മമ ചൈവാനുയാചിതം വരം വരദ സുപ്രീതോ ദാതുമർഹസി സുവ്രത പുത്രത്വം ഗച്ഛ ഭഗവന്നദിത്യാ മമ ചാനഘ ഭ്രാതാ ഭവയവീയാംസ്ത്വം ശക്രസ്യാസുരസൂദന ശോകാർത്താനാം തു ദേവാനാം സാഹായം കർത്തുമർഹസി അയം സിദ്ധാശ്രമോ നാമ പ്രസാദാത്തെ ഭവിഷ്യതി സിദ്ധേ കർമ്മണി ദേവേശ ഉത്തിഷ്ഠ ഭഗവന്നിത
अथ विष्णुर्महातेज आदित्यां समजायत वामनं रूपमास्थाय वैरोचनीमुपागमत् त्रीन् पदानथ भिक्षित्वा प्रतिगृह्य च मेदिनीम् आक्रम्य लोगां लोकार्ति सर्वलोकहिते रतः महेन्द्राय पुनः प्रादान्नियम्य बलिमोजसा त्रैलोक्यं स महातेजाश्चक्रे शक्रवशं पुनः तेनैव पूर्वमाक्रान्त आश्रम श्रमनाशन मयापि भक्त्या तस्यैव वामनस्योपभुज्यते एनमाश्रममायान्ति राक्षसा विघ्नकारिण अत्र ते पुरुषव्याघ्र हन्तव्या दुष्टचारिण अद्य गच्छामहे राम सिद्धाश्रममनुत्तमं तदाश्रमपदं तात तवाप्येतत् यथा मम इत्युक्त्वा परमप्रीतो गृह्य रामं स लक्ष्मणं प्रविशन्नाश्रमपदं व्यरोचत महामुनि शशीवगतनीहार पुनर्वसु समन्वित तं दृष्ट्वा मुनयः सर्वे सिद्धाश्रमनिवासिन उत्पत्योत्पत्य सहसा विश्वामित्रमपूजयन् यथार्हं चक्रिरे पूजां विश्वामित्राय धीमते तथैव राजपुत्राभ्याम् अकुर्वन्नतिथिक्रियां मुहूर्तमथ विश्रान्तौ राजपुत्रावरिन्दमौ प्राञ्जलिमुनिशार्दूलमूचतुरघुनन्दनौ अद्यैव दीक्षां प्रविश भद्रं ते मुनिपुङ्गव सिद्धाश्रमोऽयं सिद्धः स्यात् सत्यमस्तु वचस्तव एवमुक्तो महातेजा विश्वामित्रो महान् ऋषि प्रविवेश तदा दीक्षां नियतो नियतेन्द्रिय कुमाराविवतां रात्रिमुषित्वा सुसमाहितौ प्रभातकाले चोत्थाय पूर्वां सन्ध्यामुपास्य च प्रशुचि परमं जाप्यं समाप्य नियमेन च हुदाग्निहोत्रमासीनं विश्वामित्रमवन्दताम् इत्यार्षे श्रीमद् रामायणे वाल्मीकिये आदिकाव्ये बालकाण्डे 39 सर्गः. വാത്മീകി രാമായണത്തിലെ ഈ 29 സർഗത്തിൽ ശ്രീരാമലക്ഷ്മണന്മാർ സിദ്ധാശ്രമത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. മഹാതേജസ്വിയായ വിശ്വാമിത്ര മുനി അളവറ്റ മഹിമയോടു കൂടിയവനായ ശ്രീരാമൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ആ വനത്തെക്കുറിച്ച് എല്ലാം വിസ്തരിച്ച് പറയുവാൻ തുടങ്ങി. ഹേ മഹാബാഹോ, രാമ ദേവോത്തമനും എല്ലാ പ്രാണികൾക്കും പ്രഭുവും സർവാത്മാവും അദൃശ്യനും സർവലോക സംരക്ഷകനും ലോകത്തിനും ചരാചരങ്ങൾക്കും പ്രഭുവുമായ ആ മഹാവിഷ്ണുവായ ഭഗവാൻ ഇവിടെ അനേക യുഗങ്ങളും അനേകം സംവത്സരങ്ങളും എല്ലാവരും ആശ്ചര്യപ്പെടത്തക്കവണ്ണം തപോനുഷ്ഠാന ഫലസിദ്ധിക്കായി ഈ പ്രദേശത്തിൽ വൻ തപസ് കൈക്കൊണ്ടവനായി വസിച്ചു. രാമ, മഹാത്മാവായ വാമനമൂർത്തിയുടെ പൂർവാശ്രമമാകുന്നു ഇത്. ഈ ദിക്കിൽ മഹാതപസ്വി തപസ്സിദ്ധിയെ പ്രാപിച്ചു. അതിനാൽ സിദ്ധാശ്രമം എന്ന പേര് വന്നു. ഈ കാലത്തിൽ തന്നെ
വിരോചനപുത്രനായ മഹാബലി എന്ന് പറയപ്പെടുന്ന ബലി ചക്രവർത്തി ബലശാലിയായി അസുരന്മാരുടെ രാജാവായി. ഇന്ദ്രനോടു കൂടിയവയും മരുദ്ഗണങ്ങളോടു കൂടിയവയും ആയ ദേവഗണങ്ങളെ തന്നെ തോൽപ്പിച്ച് 3 ലോകങ്ങളിലും വിഖ്യാതനായി അവരുടെ രാജ്യഭാരം ചെയ്തു വന്നു. യാഗത്തെയും ചെയ്തു വന്നു. ബലിചക്രവർത്തി യാഗം ചെയ്യുന്ന സമയം അഗ്നി തുടങ്ങിയ ദേവന്മാർ സ്വയം തന്നെ ഇവിടെ വന്ന് ആശ്രമത്തിൽ മഹാവിഷ്ണുവിനെ പ്രാപിച്ച് ഇങ്ങനെ ഉണർത്തിച്ചു. അല്ലയോ വിഷ്ണു ഭഗവാനെ, വിരോചനപുത്രനായ ബലിചക്രവർത്തി ഉത്തമമായ യാഗത്തെ ചെയ്യുന്നു. ആ യാഗം പൂർത്തിയാകും മുമ്പേ അവിടുത്തെ കാര്യം നിറവേറ്റിയാലും. ഈ മഹാബലി വലിയ ദാനശീലനാണ്. യാതൊരുവനാണോ ഏത് ദിക്കിൽ നിന്നാണോ ഇവനെ പ്രാപിക്കുന്നത് അവർക്ക് എല്ലാറ്റിനെയും ഇച്ഛിച്ച പ്രകാരം ആഗ്രഹിച്ച പ്രകാരം തന്നെ ഇവൻ കൊടുക്കുന്നുണ്ട്. ഹേ വിഷ്ണു, അതുകൊണ്ട് ദേവന്മാരുടെ നന്മയ്ക്കായി മായാശക്തിയെ കൈക്കൊണ്ടവനായി വാമനരൂപത്തെ എടുത്ത് ഉത്തമമായ നന്മയെ ചെയ്താലും സർവരെയും രമിപ്പിക്കുന്നവനായ ഹേ രാമ, ഈ സംഭവങ്ങൾ നടക്കുന്നതിന് ഇടയിൽ അഗ്നിതുല്യ തേജസ്സാർന്നവനും കാന്തിയാൽ ഉജ്ജ്വലിക്കുന്ന പോലെയുള്ളവനുമായ ഭഗവാൻ കശ്യപ മഹർഷി അദിതിയോടു കൂടിയവനായി 1000 ദേവസംവത്സരങ്ങളായി ചെയ്തു വരുന്ന തപസ്സിനെ പൂർത്തിയാക്കി. പ്രാർത്ഥിച്ചവയെ നൽകുന്നവനായ മധുസൂദനനെ ഭാര്യാസഹിതനായി സ്തോത്രം ചെയ്തു, അതായത് സ്തുതിച്ചു. തപസ്സുകൊണ്ട് ആരാധിക്കപ്പെടേണ്ടവനായി തപോരാശിയായി ജ്ഞാനസ്വരൂപിയായി തപോരൂപിയായി വിളങ്ങുന്ന പുരുഷോത്തമനായ അവിടുത്തെ വഴി പോലെ ചെയ്യപ്പെട്ട തപസ്സിനാൽ ഞാൻ അറിയുന്നു. പ്രഭോ, അവിടുത്തെ ശരീരത്തിൽ എല്ലാ ജഗത്തിനെയും ഞാൻ കാണുന്നു. അവിടുന്ന് ഉൽപ്പത്തിയില്ലാത്തവൻ, ഇപ്രകാരം ഉള്ളവൻ എന്ന് പറയപ്പെടുവാൻ കഴിയാത്തവൻ. അവിടുത്തെ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. പാപം നീങ്ങിയവനായ കശ്യപ മഹർഷിയെ നോക്കി പ്രീതനായ മഹാവിഷ്ണു അരുളി ചെയ്തു, വരത്തെ ചോദിച്ചാലും അങ്ങേക്ക് സർവഭാഗ്യങ്ങളും ഭവിക്കട്ടെ. എനിക്ക് സമ്മതനായി വരത്തിന് തക്കവനായി ഭവിച്ചിരിക്കുന്നു അങ്ങ്. മഹാവിഷ്ണുവിൻ്റെ ഈ വചനത്തെ കേട്ട് മരീചിപുത്രനായ കശ്യപ മഹർഷി ഇങ്ങനെ പറഞ്ഞു, അല്ലയോ സദ്വ്രത, യാചിച്ചതിനെ എല്ലാം പ്രദാനം ചെയ്യുന്നവനെ, അതിഥിക്കും ദേവന്മാർക്കും അപേക്ഷിക്കുന്നവനായ എനിക്കും അൻപാർന്നവനായി വരത്തെ പ്രദാനം ചെയ്യുവാൻ നിന്തിരുവടി തക്കവനാകുന്നു. ഹേ പാപരഹിത, ഹേ അസുരനാശന ഭഗവാനെ, അവിടുന്ന് അതിഥി ദേവിയിൽ എനിക്ക് പുത്രനായി ജനിച്ചാലും ഇന്ദ്രൻ്റെ ഇളയ സഹോദരനായി ഭവിച്ചാലും ശോകത്താൽ ദുഃഖിക്കുന്നവരായ ദേവന്മാർക്കും സഹായത്തെ ചെയ്യുവാൻ കനിഞ്ഞരുളിയാലും ഭഗവൻ ദേവന്മാരുടെ ഈശ്വര, നിന്തിരുവടിയുടെ പ്രസാദത്താൽ യാഗം സിദ്ധിയായ ശേഷം ഇത് സിദ്ധാശ്രമം എന്ന പേരോടുകൂടിയതായി ഭവിപ്പാൻ പോകുന്നു. അതുകൊണ്ട് അങ്ങ് ഇവിടേക്ക് എഴുന്നള്ളിയാലും. ഇപ്രകാരം പറഞ്ഞപ്പോൾ സർവജ്ഞനും പീതാംബരധാരിയും മഹാതേജസ്വിയും ആയ മഹാവിഷ്ണു തപസ്സു ചെയ്യുന്ന കശ്യപ മഹർഷിയോടായി അത് അപ്രകാരം തന്നെ ആകട്ടെ എന്ന് അരുളി ചെയ്ത് പിന്നെ അതിഥി ദേവിയിൽ ജനിച്ചു. ഭിക്ഷുകരൂപത്തിൽ കുടയും പിടിച്ചവനായി കമണ്ടലു ജട എന്നിവയാൽ വിളങ്ങുന്നവനായി വാമനരൂപത്തെ എടുത്തുകൊണ്ട് വിരോചനപുത്രനായ ബലിചക്രവർത്തിയെ പ്രാപിച്ചു. ഭഗവാനായ മഹാവിഷ്ണു യാഗം ചെയ്യുന്നവനായ ആ ബലിചക്രവർത്തിയെ പ്രാപിച്ച് ഇങ്ങനെ പറഞ്ഞു, അവിടത്തേക്ക് മംഗളം ഭവിക്കട്ടെ. മഹാരാജാവേ, യാഗം വളരെ ഭംഗിയായി വിളങ്ങുന്നു. ഹേ രാജാവേ, ദാനങ്ങളെ പ്രാർത്ഥിക്കുന്ന നാം ശ്രേഷ്ഠമായ യാഗത്തെപ്പറ്റി കേട്ട് അവിടുത്തെ മുഖം കാണിച്ച് അവിടുത്തെ യാഗങ്ങളിൽ സ്വല്പം വല്ലതും ലഭിപ്പാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഹേ രാജൻ, വാമനമൂർത്തിയാൽ ഇപ്രകാരം പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ജന്മം സഫലമായി, ഇപ്പോൾ എൻ്റെ തപസ്സും സഫലമായി, ഇപ്പോൾ എൻ്റെ വാഴ്ച സഫലമായി, അതായത് രാജ്യം സഫലമായി, ഇപ്പോൾ ചെയ്ത പ്രവൃത്തി എനിക്ക് സൽപ്രവൃത്തിയായി, ഇപ്പോൾ എൻ്റെ യാഗം ഫലവത്തായി, ഞാൻ കൃതാർത്ഥനായി ഭവിച്ചിരിക്കുന്നു. എൻ്റെ ധനസഞ്ചയവും രത്നരാശിയും ആഭരണവും ധാന്യസമൂഹവും
ഗ്രാമവും നഗരവും രാജ്യവും വാഹനവും ആന, കുതിര, രഥം, പടകൾ ഇവയെ കൂടാതെ മറ്റുള്ള സകല സ്വത്തും നിന്തിരുവടിക്കായി തന്നെ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു. മഹാബാഹോ പാപരഹിത, യാതൊന്നിനെ അവിടുന്ന് ഇച്ഛിക്കുന്നുണ്ടോ അതിനെ അങ്ങയ്ക്കായി ഞാൻ തരുന്നുണ്ട്. രാജാവിനാൽ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഭഗവാനായ പുരുഷോത്തമൻ അപ്പോൾ പുഞ്ചിരിച്ച് യാഗം ചെയ്യുന്ന മഹാബലി ചക്രവർത്തിയോടായി ഇങ്ങനെ പറയുന്നു: ഹേ രാജാവേ, ഇവയെ കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? അവ കൊണ്ട് ഒട്ടും പ്രയോജനമില്ല. ഹേ പ്രഭോ, എൻ്റെ 3 കാലടി അത്ര അളവുള്ള ഭൂമിയെ എനിക്കായി തന്നാലും. വാമനമൂർത്തിയാൽ അരുളപ്പെട്ട അതിനെ കേട്ട് അസുരശ്രേഷ്ഠൻ പുഞ്ചിരിയിട്ട്, ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, യാതൊന്നുകൊണ്ട് അഭീഷ്ടം ആഗ്രഹം പൂർത്തിയാകുമോ അതിനെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് അപ്പോൾ പറഞ്ഞു. വാമനമൂർത്തിക്കായി ഭൂമിയെ ദാനം ചെയ്യുവാൻ അസുരശ്രേഷ്ഠൻ നിശ്ചയിച്ചപ്പോൾ ബ്രാഹ്മണോത്തമനായ ശുക്രാചാര്യൻ ആ മഹാരാജാവിനെ തടഞ്ഞ പ്രകാരം പറഞ്ഞു: ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ മുതലായ ദേവന്മാരും യോഗികളും സുരന്മാരും അസുരന്മാരും യാതൊരുവനെ ഉള്ളവണ്ണം അറിയുകയില്ലയോ? ആ നാശരഹിതനായ മഹാവിഷ്ണു ഭഗവാനാണ് ഇത്. ശുക്രമഹർഷി ദാനത്തെ തടഞ്ഞപ്പോൾ രാജപുരോഹിതനായ ശുക്രാചാര്യനെ അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയി മഹാബലവാനായ ഗരുഡൻ പ്രഹരിച്ചു. യാഗം ചെയ്യുന്നവനായ മഹാബലി ചക്രവർത്തി ആലോചിച്ച്, ദേവേശൻ മായാവേഷത്തിൽ എൻ്റെ യാഗത്തെ പ്രാപിച്ചിരിക്കുന്നു. ഇതുതന്നെയാണ് യജ്ഞസാഫല്യം. അപ്രകാരം തന്നെ ആകട്ടെ എന്നിങ്ങനെ പത്നിയോടും ആ സമയം തീർച്ചപ്പെടുത്തി മഹാത്മാവായ വാമനമൂർത്തിക്ക് തീർത്ഥം പകർന്നു കൊടുക്കപ്പെട്ടു. ഹേ പ്രഭോ, അവിടുത്തെ കാൽ കൊണ്ട് 3 അടി അളവ് ഭൂമിയെ ഇപ്പോൾ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. തീർത്ഥം തൊട്ട ഉടനെ വിഷ്ണു ഭഗവാൻ 3 ലോകവും 3 ജഗത്തും നിറയുന്നത് എപ്രകാരമോ അപ്രകാരം വിശ്വരൂപം ധരിച്ചവനായി അവിടെ നിൽക്കുന്നവനായി തന്നെ വളർന്നു. ആയുധങ്ങളോട് കൂടിയ കരങ്ങളാൽ ദിക്കുകളും മധ്യപ്രദേശങ്ങളും മുഴുവനും തന്നെ നിറയപ്പെട്ടു. അസുര രാജേന്ദ്രൻ അദ്ദേഹത്തെ കണ്ട് വാമന രൂപത്താൽ ആശ്ചര്യം പൂണ്ടവനായി ഇദ്ദേഹം മാധവൻ എന്ന് തന്നെ അറിഞ്ഞ് വിധിപ്രകാരം പൂജ ചെയ്ത് ആ മഹാബലിയാൽ ചെയ്യപ്പെട്ടവനും ധർമാത്മാവും ലോകാത്മാവും സർവലോകഹിതത്തിനായി പ്രവർത്തിക്കുന്നവനും മഹാതേജസ്വിയുമായ ആ വിഷ്ണു ഭഗവാൻ സർവലോകഹിതത്തിനായി തന്നെ വാമന വടിവാർന്നവനായി 3 അടികളെ യാചിച്ച് ലോകങ്ങളെ വ്യാപിച്ച് പിന്നെ അവയെ സ്വീകരിച്ച് തേജസ്സുകൊണ്ട് ബലിചക്രവർത്തിയെയും അടക്കി വീണ്ടും മഹേന്ദ്രനായിക്കൊണ്ട് ഈ ലോകങ്ങളെ പ്രദാനം ചെയ്തു. 3 ലോകത്തെയും തിരികെ ഇന്ദ്രന്റെ വശത്തിലാക്കി. ശ്രമം തീർക്കുന്നതായ ഈ ആശ്രമം പണ്ട് അദ്ദേഹത്താൽ വസിക്കപ്പെട്ടതാകുന്നു. ആ വാമനമൂർത്തിയിങ്കലുള്ള ഭക്തിയാൽ തന്നെ എന്നാലും ആശ്രയിക്കപ്പെടുന്നു. ഹേ പുരുഷശ്രേഷ്ഠ, വിഘ്നം ചെയ്യുന്നവരായ ദുർനടവടിയുള്ള രാക്ഷസർ ഈ ആശ്രമത്തിലേക്ക് വരുന്നു. ഇവിടെ വെച്ച് തന്നെയാണ് അവർ കൊല്ലപ്പെടേണ്ടത്. ഹേ രാമ, അതിനാൽ നിസ്സീമമായ അതായത് അനുത്തമമായ സിദ്ധാശ്രമത്തിൽ ഇപ്പോൾ നാം പ്രവേശിക്കാം. വത്സ, ആശ്രമസ്ഥലം എൻ്റേതാകുന്നു, അതുപോലെ അങ്ങയുടെയും. ഇപ്രകാരം പറഞ്ഞ മുനിവരൻ ലക്ഷ്മണസഹിതനായ ശ്രീരാമനെ കൂട്ടിക്കൊണ്ട് അത്യന്ത സന്തുഷ്ടനായി. ആശ്രമസ്ഥലത്തെ പ്രവേശിക്കുന്നവനായി മഞ്ഞുനീയെ പുണർദം നക്ഷത്രത്തോടുകൂടിയ ചന്ദ്രൻ എന്ന പോലെ വിളങ്ങി. സിദ്ധാശ്രമത്തിൽ വസിക്കുന്നവരായ മുനിമാരെല്ലാവരും അദ്ദേഹത്തെ കണ്ട് മേൽക്കുമേൽ വിശ്വാമിത്ര മഹർഷിയെ സന്തോഷത്തോടെ പൂജിച്ചു. ധീമാനായ വിശ്വാമിത്ര മുനിക്ക് തക്കപോലെ പൂജയെ അവർ ചെയ്തു. അപ്രകാരം തന്നെ രാജകുമാരന്മാരിരുവരെയും അതിഥി സൽക്കാരം കൊണ്ട് പൂജിച്ചു. ശത്രുനാശകരും രഘുകുലനന്ദനന്മാരുമായ രാജകുമാരന്മാരിരുവരും ഒരു മുഹൂർത്തക്കാലം വിശ്രമിച്ചവരായി പിന്നെ അഞ്ജലിബന്ധം ചെയ്ത് മുനിയോടായി ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മാമുനെ, ഇപ്പോൾ തന്നെ ദീക്ഷയെ കൈക്കൊണ്ടാലും അവിടുത്തെ സൽക്കർമ്മം മംഗളമായി അവസാനിക്കും. ഇത് സിദ്ധാശ്രമം, അതിനാൽ സഫലമായി തന്നെ ഭവിക്കും. അവിടുത്തെ വാക്ക് സത്യമായി വരട്ടെ. ഇപ്രകാരം പറഞ്ഞപ്പോൾ മഹാതേജസ്വിയായ മാമുനി വിശ്വാമിത്രൻ
അന്ധകരണങ്ങളെ അടക്കിയവനായി ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനായി ആ സമയം ദീക്ഷയെ കൈക്കൊണ്ടു. കുമാരന്മാരിരുവരും ആ രാത്രി മനശ്ചാഞ്ചല്യം അറ്റവരായി കഴിച്ച ശേഷം പുലർകാലത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ആചമനാദികളെ ചെയ്ത് പ്രാതസന്ധ്യയെ ഉപാസന ചെയ്ത് ജപത്തെ നിഷ്ഠയോടെ ചെയ്ത ശേഷം പരിശുദ്ധന്മാരായി അഗ്നിഹോത്രം ചെയ്ത് ഇരുന്നിരുന്നവനായി വിശ്വാമിത്ര മാമുനിയെ വന്ദിച്ചു. इत्यार्षे श्रीमद् रामायणे वाल्मीकिये आदिकाव्ये बालकाण्डे 39 सर्गः 29 सर्गं समाप्तम्.